കുടവച്ചൂർ മുത്തി ചരിത്രപ്രസിദ്ധമായ വൈക്കത്ത് നിന്നും 10 കിലോമീറ്റർ തെക്കുഭാഗത്തായി വേമ്പനാട്ടു കായലിന്റെ തീരത്ത് മാറുന്ന കാലഘട്ടത്തിന്റെ മാറാത്ത സാക്ഷ്യമായി കുടവച്ചുമൂർത്തിയുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം നാനാജാതി മതസ്ഥരായ അനേകായിരങ്ങൾക്ക് ആശ്രയവും അഭയവുമാണ്. കൊല്ലവർഷം 1463 ഈ പള്ളി സ്ഥാപിതമായി എന്ന് വിശ്വസിച്ചു വരുന്നു. ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ പണി ആരംഭിച്ചത് 1864 വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തറക്കല്ലിട്ടുകൊണ്ടാണ്. കുടവച്ചൂർ ദേവാലയത്തിലെ പ്രധാന അൾത്താരയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം അത്ഭുതകരമായി ചിത്രീകരിക്കപ്പെട്ടതായി വിശ്വസിച്ചു പോരുന്നു. ആ കാലഘട്ടത്തിലെ കേരള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആർച്ച് ഡീക്കൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ 7 ചിത്രങ്ങൾക്കായി ഓർഡർ കൊടുത്തു. പോർച്ചുഗലിൽ നിന്നും കപ്പൽ പുറപ്പെടാൻ സമയമായപ്പോൾ അവയിൽ 6 മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ. എങ്കിലും പശ്ചാത്തലം മാത്രം വരച്ച 7ാമത്തെ ചിത്രവും അതോടൊപ്പം കൊടുത്തുവിട്ടു. ഇവിടെ കൊണ്ടുവന്ന് ചിത്രങ്ങൾ പള്ളികൾക്ക് വിതരണം ചെയ്യാൻ നോക്കിയപ്പോൾ 7 പൂർത്തീകരിച്ചതായി കണ്ടു. അങ്ങനെ സ്വയം പൂർത്തീകരിക്കപ്പെട്ട ചിത്രമാണ് കുടവച്ചൂർ പള്ളിയിലേതെന്ന് വിശ്വസിച്ചു പോരുന്നു. വിശുദ്ധ ലൂക്ക വരച്ച മാതാവിന്റെ തനി പകർപ്പാണ് ഈ ചിത്രം. ഈ ചിത്രത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് കുടവച്ചൂർ പള്ളിയും ആക്രമിക്കപ്പെടുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം ആക്രമികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കായൽ മാർഗം കൊച്ചി രാജ്യത്തുള്ള ഇടക്കൊച്ചി പള്ളിയിൽ താൽക്കാലികമായി സൂക്ഷിക്കാനായി ഏൽപ്പിച്ചു. ആക്രമികൾ മടങ്ങിപ്പോയതിനു ശേഷം അത്ഭുത ചിത്രം തിരികെ ചോദിച്ചപ്പോൾ ഇടക്കൊച്ചിക്കാർ ചിത്രം നൽകാൻ വിസമ്മതിച്ചു. അങ്ങനെ വഞ്ചിതരായ കുടവച്ചൂരിലെ നിവാസികളും ധീവര സമുദായത്തിൽപ്പെട്ട കായികബലമുള്ള ഏതാനും പേരും ചേർന്ന് ഓടിവള്ളങ്ങളിൽ ഇടക്കൊച്ചി പള്ളിയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ ചിത്രം വീണ്ടെടുത്ത് കൊണ്ടുപോന്നു. ഇതറിഞ്ഞ് പിന്നാലെത്തിയ ഇടക്കൊച്ചിക്കാർക്ക് വേമ്പനാട്ടു കായലിൽ വെച്ച് അപ്രതീക്ഷിതമായുണ്ടായ കാറ്റും കോളും നിമിത്തം മടങ്ങിപ്പോകേണ്ടി വരികയും അതേ കാറും കോളും കുടവച്ചൂരിൽ നിന്നുള്ള വള്ളങ്ങളെ വേഗത്തിൽ പള്ളിക്കടവിൽ അടുക്കുവാൻ സഹായിക്കുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനമായ ജൂലൈ 16 ഇവിടുത്തെ പ്രധാന തിരുനാൾ ആഘോഷിച്ചിരുന്നത്. 1822 ദർശന സമൂഹം സ്ഥാപിക്കപ്പെട്ടത് മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 പ്രധാന തിരുനാളായി ആഘോഷിച്ചു വരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഭക്താനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് 8 നോമ്പാചരണം. സ്ത്രീ സഹജമായ രോഗങ്ങൾക്കും സുഖപ്രസവത്തിനും സന്താനലബ്ധിക്കും ഈ നോമ്പാചരണം വളരെ ഫലസിദ്ധിയുള്ളതായി പറയപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ അടിമ വെക്കലും നീന്തുനേർച്ചയും ഉണ്ട്. തന്നെ വെച്ചൂർ മുത്തിക്ക് അടിമ വച്ചതിന്റെ അനുഭവം അയവിറക്കിക്കൊണ്ട് വാഴ്ത്തപ്പെട്ട ചാവറ പിതാവ് തന്റെ ആത്മകഥ പ്രധാനമായ ആത്മാനുതാപത്തിൽ ദീർഘമായി പാടിയിട്ടുണ്ട്. അടിമവെക്കൽ വഴി പരിശുദ്ധ അമ്മയും കുരുന്നുകളും തമ്മിൽ ആഴമായ ഒരു ബന്ധത്തിന്റെ ഇഴചേരൽ നടക്കുന്നു എന്നതാണ് തന്റെ അനുഭവമെന്ന് ചാവറ പിതാവ് എഴുതി. പരിശുദ്ധ മാതാവിന്റെ രൂപത്തിന്റെ മുന്നിൽ കുഞ്ഞിനെ കിടത്തുന്ന അമ്മയുടെ കയ്യിൽ ദേവമാതാവിന്റെ പേരിൽ പൂവും നീരും കൊടുത്തുകൊണ്ട് വൈദികൻ ഇങ്ങനെ പറഞ്ഞതായി ചാവറ പിതാവ് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഈ കുഞ്ഞ് നിന്റേതല്ല, മാതാവിന്റെ ദാസനാണ്, സൂക്ഷിച്ചു വളർത്തുക. അമ്മ മരിക്കുന്നത് വരെ എല്ലാ വർഷവും ദൈവമാതാവിന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മയോടൊപ്പം ആ പാദത്തിൽ അണയുക തന്റെ പതിവാക്കിയിരുന്നു. കൃത്യമായി ദാസ്യപ്പണവും കൊടുത്തുപോന്നു. വൈദികനായതിനു ശേഷം സെപ്റ്റംബർ 8 തിരുനാൾ കുർബാനയ്ക്ക് പ്രസംഗം പറയുന്ന പതിവും തുടർന്നു പോന്നു. ദാസ്യബന്ധത്തിൽ നിന്ന് പുത്രബന്ധത്തിന്റെ അടുപ്പവും സ്വാതന്ത്ര്യവും അവകാശബോധവും ചാവറ പിതാവിൽ വളർന്നു വന്നതായി നാം കാണുന്നുണ്ട്. ഈ ദിനത്തിൽ നമ്മുടെ സമർപ്പണം പുതുക്കാം. നാം അമ്മയുടെ സ്വന്തമാണെന്ന് ഏറ്റുപറയാം. പുത്രത്വ പദം സ്വീകരിക്കാം.